റോയൽ എൻഫീൽഡ് പ്രേമികൾ എന്നും അഭിമാനത്തോടെ പറയുന്ന ഒന്നാണ് അതിൻ്റെ എൻജിൻ്റെ ശബ്ദം, അല്ലേ, ആ ഒരു തമ്പ് എന്ന് പറയുന്ന സംഭവം, പിന്നെ അതിൻ്റെ ഗാംഭീര്യവും എല്ലാം. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ വേണ്ടത്ര ഒരു ഗൗരവം നൽകാത്ത ഒന്നാണ് നമ്മുടെ വണ്ടിയുടെ ചെയിൻ സെറ്റ് എന്ന് പറയുന്ന സംഭവം, അല്ലേ. പലപ്പോഴും ഞാനും ഇതേപോലെ പല വീഡിയോകളിലും ഈ ചെയിനിനെ പറ്റിയും അതിന് നൽകുന്ന ലൂബിനെ പറ്റിയൊക്കെ പറയണമെന്ന് കരുതും, പക്ഷേ വിട്ടുപോകും. എന്തായാലും ഇന്ന് നമ്മുടെ വീഡിയോയിൽ അതാണ് പ്രതിപാദ്യം. എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്ന കരുത്ത് പിൻചക്രത്തിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ചെയിനല്ലേ? തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ എങ്ങനെ നിങ്ങളുടെ ബുള്ളറ്റിൻ്റെ ബുള്ളറ്റ് ആവട്ടെ മറ്റ് ഏത് വെഹിക്കിളാവട്ടെ, എങ്ങനെ നമുക്കിതിൻ്റെ ചെയിൻ പരിപാലിക്കാം ഭംഗിയായിട്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കാനുള്ള ആ ഒരു കംഫർട്ട് തന്നെ ചെയിൻ കൃത്യമായി ലൂബ് ചെയ്യുന്നതിലൂടെ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനാവും. ആ വണ്ടി ഓടിക്കുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ, കൃത്യമായി നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. എന്തായാലും എൻജിൻ്റെ ആയുസ്സും അതേപോലെ റൈഡിങ് കംഫർട്ടും എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം കേട്ടോ. ഈ റോയൽ എൻഫീൽഡ് ബൈക്കുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് അത് കുറച്ച് ഭാരമേറിയതാണല്ലേ. അതുകൊണ്ട് തന്നെ ചെയിനിൽ അനുഭവപ്പെടുന്ന ആ ഒരു സമ്മർദ്ദവും ഇതിന് കൂടുതലായിരിക്കും. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള ചെയിനുകളിലെ മാറ്റമെല്ലാം പഴയ വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ വലത് ഭാഗത്തുണ്ടായിരുന്ന ചെയിൻ ഇടത് ഭാഗത്തേക്ക് മാറ്റിയിട്ടുമുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിലെ പൊടിപടലങ്ങളും മഴയും ചെളിയും എല്ലാം ചെയിനിൻ്റെ പലതരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വില്ലന്മാരാണ് എന്ന് തന്നെ പറയാം. എന്തായാലും ഈ ചെയിൻ ഉണങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്രൈ ആയിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് ആണ് വരിക. ചെയിനും സ്പ്രോക്കറ്റും തമ്മിൽ ഉരസി തേയ്മാനം സംഭവിക്കും, അല്ലേ. അപ്പോൾ എൻജിൻ ശബ്ദത്തേക്കാൾ കൂടുതൽ ചെയിനിൻ്റെ കിലുകിലുപ്പും ആ ഒരു കറകറ എന്ന ശബ്ദമൊക്കെ കേട്ട് തുടങ്ങും എന്നുള്ളതാണ് കൃത്യമായി ലൂബ് ചെയ്യുന്നില്ലെങ്കിലുള്ള പ്രശ്നം. എന്തായാലും പവർ ലോസ് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എൻജിൻ്റെ കരുത്ത് പൂർണ്ണമായി വീലിലേക്ക് എത്തില്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഈ ഓയിലാണോ അതോ ലൂബ് ചെയ്യുന്നതാണോ ചെയിനിൽ നല്ലത് എന്നുള്ളൊരു തർക്ക വിഷയം നിലനിൽക്കുന്നുണ്ട്. പലരും പറയും, ഇതേപോലെ പഴയ തലമുറയിലെ ആൾക്കാരാണ് ഇത് പറയുക, ഗിയർ ഓയിൽ തേച്ചാൽ മതി, അല്ലെങ്കിൽ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ പെരട്ടിയാൽ മതി എന്നൊക്കെ പറയും. പുതിയ കാലത്തെ ആളുകൾ പറയും ചെയിൻ ലൂബ് വേണമെന്ന്. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കുകയും ചെയ്യാം. ഓക്കെ, ഡിപ്പെൻസാണ്, ഓരോരുത്തർക്ക് താല്പര്യമുള്ളത് ഉപയോഗിക്കാമെന്നാണ് ഞാൻ പറയുക. എന്തായാലും നമുക്കിതിൻ്റെ ഒരു ശാസ്ത്രീയ വശം നോക്കാം. ഇപ്പോൾ ഗിയർ ഓയിൽ അല്ലെങ്കിൽ 90 ഗ്രേഡ് വരുന്ന ഓയിൽ, ഇത് ചിലവ് കുറഞ്ഞൊരു മാർഗ്ഗമാണെന്ന് പറയാം. ചെയിൻ മൃദുവാകാൻ ഇത് സഹായിക്കും. പക്ഷേ ഇതിന് വലിയൊരു കുഴപ്പമുണ്ട്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഓയിൽ തെറിച്ച് ടയറിലും റിമ്മിലും ഒക്കെ ആകും. മാത്രമല്ല പൊടി പെട്ടെന്ന് പിടിച്ച് പറ്റുകയും ചെയ്യും. ഈ ചെയിൻ ലൂബ് സ്പ്രേ ആണെങ്കിലോ ഇത് ചെയിനിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഓടിക്കുമ്പോൾ തെറിച്ച് പോകില്ല. ദീർഘനേരം ചെയിനിനെ സംരക്ഷിക്കാൻ ലൂബ് സ്പ്രേകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് നമുക്ക് പറയാൻ പറ്റുക. കാരണം ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ലൂബ് സ്പ്രേ ആണ് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിച്ച് കാണുന്നത്. സർവീസിനൊക്കെ പോയി കഴിഞ്ഞാൽ അതാണ് ഉപയോഗിക്കുക. ഞാനിവിടെ ഓയിലാണ് എൻ്റെ വണ്ടിയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. വളരെ ചെറിയ അളവിലാണ് അത് ഉപയോഗിക്കുക. വണ്ടിയിൽ തന്നെ നമ്മൾ ഈ ഒരു ഓയിൽ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 200 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം അല്പം ഓയിൽ ഒന്ന് പൂശിക്കൊടുത്താൽ നമുക്ക് ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അധികം തെറിക്കുന്ന രൂപത്തിലേക്ക് ഞാൻ ഓയിൽ ചെയ്യാറില്ല. അപ്പം നിങ്ങൾ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാകുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കണ്ട. അപ്പോൾ ചെയിൻ ലൂബിലാണെങ്കിൽ ഓറിങ്, എക്സ് റിങ് തുടങ്ങിയ ചെയിനുകൾക്ക് അല്ലെങ്കിൽ ചെയിനിൻ്റെ ഘടകങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ചേരുവകൾ ഈ ഒരു ചെയിൻ ലൂബിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അതാണ് ഇവിടെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമുക്ക് കുറഞ്ഞ ചിലവിൽ ഇടയ്ക്കിടെ ഓരോ 200 കിലോമീറ്ററിലും ചെയ്യാമെങ്കിൽ ഓയിൽ നല്ലതാണ്. എന്നാൽ ദീർഘദൂര യാത്രകൾക്കും വൃത്തിക്കും പ്രാധാന്യം നൽകുന്നവർ ലൂബ് സ്പ്രേ തന്നെ ഉപയോഗിക്കണം. ഇവിടെ ഞാൻ ചെയ്യുന്ന കാര്യം നമ്മൾ പ്രാക്ടിക്കലായിട്ട് തന്നെ അതിനൊരു എളുപ്പമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ചെയിൻ ലൂബ് വരുമ്പോൾ അത് ഏകദേശം ഒരു 200 രൂപയ്ക്കൊക്കെ അടുത്ത് വില വരുന്നതാണ് ചെയിൻ ലൂബ്. 2-3 തവണ ഉപയോഗിക്കാനാവും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സർവീസിനൊക്കെ കയറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സർവീസിന് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ബില്ലിൽ അവർ ചെയിൻ ലൂബ് അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് 150 രൂപയോ 200 രൂപയ്ക്ക് അകത്ത് വരുന്ന ഒരു എമൗണ്ടാണ് വരുന്നത്. ഓക്കെ, പക്ഷേ ആ ചെയിൻ ലൂബ് അവർ ഒറ്റ തവണ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ
ഈ ഒരു എമൗണ്ട് കൊടുക്കുകയും വേണം. എന്നാൽ ആ ബാലൻസ് വരുന്ന ചെയിൻ ലൂബ് നമുക്ക് നൽകുന്നില്ല അവർ. അപ്പോൾ ഇതൊക്കെ ഈ ഷോറൂം ടീമുകൾ അല്ലെങ്കിൽ ഇതേപോലെ ഷോറൂമുമായി ബന്ധപ്പെട്ട് സർവീസ് ചെയ്യുന്ന അവരുടെ സർവീസ് സെൻറ്ററുകളുമായിട്ട് സംസാരിച്ച് നോക്കാവുന്ന കാര്യമാണ്. താല്പര്യമുള്ളവർക്ക് ചിലപ്പോൾ അവർ അതിൻ്റെ ആ ഒരു ബാലൻസ് തന്നേക്കാം. കാരണം അവരൊരു പുതിയ ട്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരത് ബാലൻസ് തരും. പക്ഷേ അവർ പുതിയ ട്യൂബല്ല, അവർക്ക് ആ സർവീസ് സെൻറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു വലിയ ട്യൂബ് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ചെയിനിൽ ഇപ്പോൾ ഈ വാട്ടർ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ചെയിൻ ലൂബ് അടിക്കുക. അപ്പോൾ ആ സമയത്ത് ചെയിൻ ലൂബ് അടിച്ചിട്ട് നമുക്ക് അത് കൃത്യമായിട്ട് വണ്ടി അങ്ങനെ തരുമെന്ന് മാത്രം ചെയിൻ ലൂബ് തരില്ല. ഓക്കെ, അപ്പോൾ അതവിടെ അവർ സർവീസിൽ ഉപയോഗിക്കുന്ന ഒരു ട്യൂബാവാനാണ് സാധ്യത. അത് നിങ്ങൾ ഒന്ന് ചോദിച്ച് നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഞാൻ പലരോടും പറയാറുണ്ട്, കഴിഞ്ഞ തവണ എൻ്റെ വണ്ടി ആദ്യത്തെ 500 കിലോമീറ്ററിലെ സർവീസ് ചെയ്തപ്പോൾ സത്യത്തിൽ ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഇപ്പോൾ 2000 സംതിങ് ആയിട്ടുണ്ട് കിലോമീറ്റർ. കാര്യമായിട്ട് നമ്മളൊരു വയനാട് ട്രിപ്പ് പോയതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ട്രിപ്പ് പോകാനും പറ്റിയിട്ടില്ല. എന്തായാലും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഞാനിപ്പോഴും ചെയിൻ ലൂബിന് പകരം നമ്മുടെ ഓയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് 90 ഗ്രേഡ് ഓയിൽ നമ്മൾ സംഘടിപ്പിച്ച് വെച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ മറ്റ് ഇഷ്യൂസൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് നന്നായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നല്ല കംഫർട്ടുമാണ്. അതായത് ചെയിൻ ലൂബ് അടിച്ചിട്ട് ഞാൻ നോക്കി, അത് എന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, വളരെ പെട്ടെന്ന് ഡ്രൈ ഫീല് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഓയിലാണെങ്കിൽ നമുക്കൊരു 10-200 കിലോമീറ്റർ സുഖമായിട്ട് ഓടിക്കാം. ആ ഗിയർ വീഴുന്നതിനൊക്കെ ഒരു സുഖം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ആ സുഖം കിട്ടില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുക കേട്ടോ. അപ്പം കൃത്യമായിട്ട് നമ്മൾ ലൂബ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഓയിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ കുറഞ്ഞ അളവിൽ ചെയ്യുക. അല്ലെങ്കിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ പഴയ വണ്ടികളിലൊക്കെ എൻ്റെ ഫാദറൊക്കെ ഈ ഒരു റോയൽ എൻഫീൽഡ് ഉപയോഗിച്ചിരുന്ന കാലത്ത് അന്നൊക്കെ ചെയിനിൽ ഗ്രീസ് തേക്കുകയാണ് ചെയ്യുക. ഗ്രീസിങ് ആയിരുന്നു. അന്ന് ചെയിൻ കവറൊക്കെ വന്നിരുന്നു. ഈ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഒരു മിനി റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിരുന്നു. പഴയ തലമുറയിലെ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഞാൻ ആ വണ്ടിയിലാണ്, ഈ മിനി ബുള്ളറ്റിലാണ് ഞാനൊക്കെ വണ്ടി ഓടിച്ച് പഠിക്കുന്നത് കേട്ടോ. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു സ്കൂളിൻ്റെ അടുത്തായിട്ട് ഒരു ഇറക്കമുണ്ട്. അന്നൊക്കെ വീതി കുറഞ്ഞ റോഡുകളാണ്, അതേപോലെ വലിയ ജനത്തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതൊക്കെ സമയത്ത് അന്ന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല കാര്യമായിട്ട്. ആർക്ക് വേണമെങ്കിൽ വണ്ടി ഓടിക്കാം എന്നുള്ളതൊക്കെ ആ രൂപത്തിലൊക്കെയാണ്. കാരണം ധൈര്യമുള്ളവർക്കൊക്കെ ബുള്ളറ്റും എടുത്ത് ഓടിക്കാം. അപ്പോൾ ഞാൻ ഫാദറിൻ്റെ വണ്ടി എടുത്തിട്ട് ഇറക്കത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് അതിൽ കയറി ഇരുന്നിട്ട് അങ്ങനെ പോവും. ഒരു 1/2 കിലോമീറ്റർ ദൂരമൊക്കെ ഒരു ഇറക്കമാണ്. ആ ഇറക്കം ഇറങ്ങി കഴിയുന്നത് വരെ വണ്ടിയിലിരിക്കും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ വണ്ടി തള്ളിക്കൊണ്ട് വരിക ചെയ്യുക. അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ എൻ്റെ പഠനം. അങ്ങനെ ഓടിച്ചാണ് വണ്ടി തറവായത്. കാരണം ചെറുപ്പത്തിൽ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ ഓടിച്ച് തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു ഭാഗ്യമായിരുന്നു. ആ ഒരു താല്പര്യമാണ് യഥാർത്ഥത്തിൽ 3 റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകൾ അതിൻ്റെ ഓണറാക്കാൻ. അത് ഓരോ തവണയും കേട്ടോ. കാരണം ആദ്യം എടുത്ത വണ്ടി പിന്നെ രണ്ടാമത് 5 വർഷം ഉപയോഗിച്ചതിന് ശേഷം കൊടുത്തു. രണ്ടാമത് എടുത്ത വണ്ടി ഏറ്റവും പുതിയ ഈ ജെ സീരീസിൻ്റെ തുടക്കത്തിൽ വന്ന 2021 വന്ന വണ്ടി നമ്മൾ 1 വർഷം 12 മാസമോ 14 മാസം എന്തോ യൂസ് ചെയ്തു, അത് കൊടുത്തു. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ബറ്റാലിയൻ ബ്ലാക്ക് നമ്മൾ ഒരു 2 മാസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമുക്കിതിൻ്റെ ഉള്ളുകളികളെല്ലാം അത്യാവശ്യം അറിയാവുന്നത് കൊണ്ട് നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പം വേറെ ഇഷ്യൂസൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നന്നായി ക്ലീൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചെയിനിലെ പഴയ കരിയും ഗ്രീസുമൊക്കെ കളഞ്ഞ് കൃത്യമായിട്ട് ഒന്ന് ഉണക്കി വണ്ടി മെയിൻ സ്റ്റാൻഡിലിട്ട് പിൻചക്രം കൈകൊണ്ട് കറക്കി ലൂബ് സ്പ്രേ ചെയ്യുക. ഈ ചെയിനിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ ഈ ലൂബ് എത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓയിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ലൂബ് അടിച്ച ഉടനെ വണ്ടി എടുക്കരുത്. കുറഞ്ഞ 10-20 മിനിറ്റ് അങ്ങനെ നിർത്തിയിടുക. എങ്കിൽ മാത്രമേ ലൂബ് ചെയിനിൽ നന്നായി പിടിക്കുകയുള്ളൂ. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഈ ചെയിനിൻ്റെ ലൂബ്രിക്കേഷൻ കൃത്യമാണെങ്കിൽ അത് എഞ്ചിൻ്റെ പ്രവർത്തനത്തെയും ബാധിക്കും. എന്നുവെച്ചാൽ ചെയിൻ ടൈറ്റ് ആണെങ്കിലും അല്ലെങ്കിലും അമിതമായി അയഞ്ഞു കിടന്നാലും ഒക്കെ അത് എഞ്ചിനിൽ അനാവശ്യമായ ലോഡ് കൊടുക്കും എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കുക. എഞ്ചിൻ സൗണ്ട് മാറുന്നതിനും വൈബ്രേഷൻ കൂടുന്നതിനൊക്കെ കാരണമാവും. അതുപോലെ തന്നെ വീൽ അലൈൻമെൻറ്റ് തെറ്റിയാൽ ചെയിൻ ഒരു വശത്തേക്ക് മാത്രം തേഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് സർവീസ് ചെയ്യുമ്പോൾ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തണം. അതിൻ്റെ ഇപ്പോൾ മറ്റൊരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ബുള്ളറ്റിനെ ഇപ്പോൾ എത്ര കണ്ട് സ്നേഹിക്കുന്നോ അതുപോലെ
നമ്മളതിൻ്റെ ഓരോ ഭാഗങ്ങളെയും നമ്മൾ തന്നെ ഈ പറയുന്ന പോലെ പരിചരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ 500 കിലോമീറ്ററിലും ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യുന്നത് വണ്ടിയുടെ ആ ഒരു സ്പ്രോക്കറ്റ് സെറ്റിൻ്റെ ആയുസ്സും കൂട്ടുമെന്നുള്ളതാണ്. സുരക്ഷിതവും സുഗമവുമായിട്ടുള്ളൊരു യാത്രയ്ക്കുള്ള ഉറപ്പാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിച്ചോളൂ. നിങ്ങളുടെ ആ ഒരു കമൻസ് അത് വളരെ എന്താ പറയുക വാല്യുബിളാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾക്ക് മറുപടി ഉണ്ടാവും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും